أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ മുഴുവൻ പാലിച്ച് അംഗീകരിച്ച് തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അവൻ്റെ പരലോകത്തിലും ദൃഢമായി വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ സന്ദർഭത്തിലും സത്യസന്ധതയുടെ പാത പിന്തുടരുന്നവരായിരിക്കണം. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഓരോ മനുഷ്യരും അവൻ്റെ സംസാരത്തിലും അവൻ്റെ കർമ്മത്തിലും അവൻ്റെ കച്ചവടത്തിലും അവൻ്റെ സാമൂഹ്യ സാംസ്കാരികമായി അവൻ ഇടപെടുന്ന മുഴുവൻ ഇടപാടുകളിലെല്ലാം കൃത്യമായ സത്യസന്ധത പ്രതിഫലിച്ച് നിൽക്കുന്നവരായിരിക്കും എന്ന് നമുക്കറിയാം. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഉമ്മത്തിനോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ് ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ. ഖുലിൽ ഹഖ്, ജനങ്ങളെ നിങ്ങൾ സത്യം പറയണം. വലൗ കാന മുറ, ആ സത്യം പറയുന്നതിലൂടെ നിങ്ങൾക്ക് എന്തു പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും, സത്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എത്ര വലിയ കയ്പ് നീര് നിങ്ങൾ രുചിക്കേണ്ടി വന്നാലും ഖുലിൽ ഹഖ്, നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ എന്ന് റസൂലുള്ള പറയാണ്. മറ്റൊരു രംഗത്ത് റസൂലുള്ള പറയാണ് വഖുലിൽ ഹഖ്ഖ വലൗ അലാ നഫ്സിക, നീ സത്യം പറയണം. ആ സത്യം പറയുന്നത് നിനക്കെതിരാണെങ്കിൽ പോലും സത്യത്തിൻ്റെ ഒപ്പമായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് എന്ന്, സത്യസന്ധതയോടെ ആയിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ റസൂലിൻ്റെ ഉമ്മത്ത് എന്ന നിലക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ എന്ന നിലക്ക്
നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഏതു മേഖലയിലും സത്യസന്ധരായി മുന്നോട്ട് പോകുവാൻ, സത്യത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ കഴിയുന്നവരായി, പ്രാപ്തരായി നമ്മൾ ഓരോരുത്തരും മാറാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ മുഴുവൻ ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും ഈ പറഞ്ഞ രൂപത്തിലുള്ള സത്യസന്ധത അത് കേവലം വാക്കുകൾക്കപ്പുറം തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു മാതൃകയായ വ്യക്തിത്വങ്ങളായിരുന്നു മുഴുവൻ പ്രവാചകന്മാരും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാരിലേക്ക് അള്ളാഹുവിൻ്റെ ദഅവത്ത് എത്തിക്കാനുള്ള ഉത്തരവ് എത്തിയതിനു ശേഷം അവർ കൃത്യമായി ഇസ്ലാം എന്ന സത്യസന്ധതയെ, ഇസ്ലാം എന്ന ലോക സത്യത്തെ സമൂഹത്തിന് മുമ്പിൽ എത്തിച്ചവരാണ് എന്ന് നമുക്കറിയാം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെ നിലനിൽക്കുന്ന മുഴുവൻ ആളുകളിലേക്കും അള്ളാഹു നിയോഗിച്ച അവസാനത്തെ അന്തിമ പ്രവാചകനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്കറിയാം. പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ ഇറാ ഗുഹയിൽ തനിച്ചിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വാനലോകത്ത് നിന്ന് പറഞ്ഞയക്കുകയും അവിടെ വെച്ച് പ്രവാചകനെ നുബൂവത്ത് അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്ത ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി സമൂഹത്തിൽ ദഅവത്ത് നടത്തി മെല്ലെ മെല്ലെ ഓരോ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ആദ്യം സ്വന്തം ഭാര്യയായ ഖദീജ ബീവി ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഓരോ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന വഅൻദിർ അശീറതകൽ അഖ്റബീൻ, പ്രവാചകരെ ഇനി താങ്കൾ ഇറങ്ങുക, താങ്കൾ ഇറങ്ങിക്കൊണ്ട് താങ്കളുടെ അടുത്ത കുടുംബങ്ങളെ, താങ്കളുടെ അടുത്ത ഗോത്രങ്ങളുടെ അടുക്കൽ കടന്നു ചെന്ന് അവർക്ക് താക്കീത് നൽകിക്കൊള്ളുക എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലെ 214-ാമത്തെ ആയത്ത്. ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, സഅദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല സഫാ കുന്നിലേക്ക് റസൂലുള്ള ഓടിക്കയറുകയാണ്. ഫജഅല യുനാദി യാ ബനി ഫിഹർ യാ ബനി അദി ലിബുതൂനി ഖുറൈശ്. അങ്ങനെ റസൂൽ ആ സഫാ കുന്നിലേക്ക് കയറി അവിടെയുള്ള മുഴുവൻ ഖുറൈശി ചെറുഗോത്രങ്ങളെ മുഴുവനും റസൂലുള്ള പേരെടുത്ത് വിളിച്ച് അവരെ എല്ലാവരെയും സഫാ കുന്നിലേക്ക് റസൂൽ ക്ഷണിക്കുകയാണ്. അങ്ങനെ എല്ലാവരും സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തന്റെ മുമ്പിലുള്ള സമുദായത്തോട് ചോദിക്കുകയാണ്, അറഅയ്തകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിവാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ. റസൂലുള്ള ചോദിക്കുകയാണ്, ദാ ഞാൻ ഈ സഫാ കുന്നിൽ നിൽക്കുകയാണ്, എൻ്റെ കുന്നിന്റെ പിറകിൽ നമ്മളെ തകർക്കുവാൻ മുഴുവൻ ആയുധ സജ്ജമായ ഒരു സൈന്യം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സമൂഹമേ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂലുള്ള ചോദിക്കുകയാണ്. റസൂലുള്ള ചോദിക്കുകയാണ്, അകുൻതും മുസദ്ദിഖിയ, നിങ്ങൾ ഞാൻ പറഞ്ഞാൽ അതിനെ സത്യപ്പെടുത്തുമോ? ആ ജനങ്ങൾ ഒന്നടങ്കം ഒരേ സ്വരത്തോടെ പറയുകയാണ്, നഅം റസൂലേ, നബി മുഹമ്മദേ, ഞങ്ങൾ സത്യപ്പെടുത്തും. കാരണം എന്താ? അവർ പറയാണ്, മാ ജറബിന അലൈക ഇല്ലാ സിദ്ഖ, പ്രവാചകരെ താങ്കൾ സത്യമല്ലാതെ ഒന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ, മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ട് പറയാൻ, മുഹമ്മദേ താങ്കൾ ഇന്നവരെ സത്യമല്ലാത്തൊരു കാര്യം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് സത്യപ്പെടുത്തുമെന്ന് റസൂലുള്ളയോട് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ച് ആ ഒരു സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ആ സത്യത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി, ആ സത്യത്തിൽ നിന്നും മാറ്റമില്ലാത്തവരായി മുന്നോട്ട് പോവേണ്ടവരാണ് നാം. ഏതാണ് റസൂലുള്ള പഠിപ്പിച്ച സത്യം? റസൂലുള്ള പറയാണ്, ഫഇന്നി നദീറുൽ ലക്കും, ഞാൻ നിങ്ങൾക്കൊരു താക്കീതുകാരനാണ്. എന്നാൽ എന്ത് താക്കീതാണ്? ഫഇന്നി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, നിങ്ങൾക്ക് വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്നും നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ലോക സത്യത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതാണ് സത്യമെന്ന് നമുക്കറിയാം. റസൂലുള്ള പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനങ്ങളോട് പറയാണ്, സമൂഹമേ, നിങ്ങൾ ആരാധിക്കേണ്ടത് ലോകത്തിന്റെ രക്ഷിതാവായ, നമ്മളെയും നിങ്ങളെയും സൃഷ്ടിച്ച് നമുക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്ന അള്ളാഹുവിനെ മാത്രമായിരിക്കണം. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വദ്ദിനെയും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ വിഗ്രഹങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. മുഴുവൻ ബഹുദൈവാരാധനയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്ന ലോക സത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ
സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് ഈ ഒരു സത്യമായിരിക്കണം. മുഴുവൻ പ്രവാചകന്മാരും സമുദായത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. റസൂലിനോട് പറയുന്ന, റസൂലേ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല, എങ്ങനെയല്ലാതെ അവർക്ക് ഞാൻ നൽകിയ വഹിയ് അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയായിരുന്നു. അവർ സമൂഹത്തിന് മുമ്പിൽ കടന്നു ചെന്ന് പറഞ്ഞ സത്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന ലോക പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനല്ലാതെ ഒരു പ്രവാചകരെ വിട്ടിട്ടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും സമുദായത്തോട് പറഞ്ഞത് ഈ തൗഹീദാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ഹാദിഹി തദ്കിറ, ഇത് ഏറ്റവും നല്ല ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, നിങ്ങളിൽ ആരെങ്കിലും ഏറ്റവും നല്ല മാർഗത്തെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഏറ്റവും നല്ല മാർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പാതയത്തെ പിന്തുടരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം ഇവിടെ ഒരു പാഠം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്, ജീവിതത്തിൽ ഇസ്സത്ത് നമുക്ക് വേണോ, അല്ലാഹുവിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണോ, നമ്മുടെ കുടുംബത്തിൽ സമാധാനത്തോടു കൂടി ജീവിക്കണമോ, നമ്മൾ തിരിയേണ്ടത്, നമ്മൾ ജീവിതത്തിൽ അനുസരിക്കേണ്ടത് നമ്മുടെ റബ്ബിനെയാണ് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ കച്ചവടത്തിൽ ലാഭം നമുക്ക് കൊയ്യണമോ, നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ വരുമാനത്തിൽ നമുക്ക് ഖൈർ ലഭിക്കണമോ, നമ്മൾ തിരിയേണ്ടത് അള്ളാന്റെ മാർഗത്തിലേക്കാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് തന്നെയാണ്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഓരോ പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലേക്ക് നിശ്ചയിച്ചത് രണ്ട് കാര്യങ്ങളുമായിട്ടാണ്, ഏറ്റവും മർമ്മപ്രധാനമായ രണ്ട് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണമെന്ന് പറയാനാണ്. അവിടെ അല്ലാഹ് നിർത്തിയില്ല, അവിടെ അല്ലാഹു അവസാനിപ്പിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹനെ ആരാധിച്ചാൽ മാത്രം പോരാ, വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അല്ലാഹന്റെ പുറമെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ദുർമൂർത്തികളെയും നിങ്ങൾ ഉപേക്ഷിക്കണം. ഇത് പറയാൻ ഒരു കാരണമുണ്ട്. മക്കയിലുള്ള ആളുകൾ, മക്കയിൽ ശിർക്ക് ചെയ്തിരുന്ന മുശ്രിക്കുകളായ ആളുകളെ നമുക്കറിയാം. അവർ അള്ളാഹിൽ വിശ്വാസമില്ലാത്തവർ ആളുകളായിരുന്നോ? അല്ല, അവർ കൃത്യമായി അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ തന്നെയായിരുന്നു. പരിശുദ്ധ ഖുർആൻ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയാണ്, വഇദാ മസ്സകുമുൽ ദുർറു ഫിൽ ബഹരി വല്ല മൻ തദ്ഊന ഇല്ലാ ഇയ്യാ. അല്ലാഹു പറയാണ്, ആ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ കടലിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ലാത്തയെയോ ഉസ്സയെയോ മനാത്തയെയോ ഇബ്രാഹിം നബിയെയോ ഇസ്മായിൽ നബിയെയോ ഒരു ആരാധനയും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവർ വിളിക്കുക അല്ലാഹ് എന്നാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫലമ്മാ നജ്ജാകും മിനൽ ബർരി അഅറദ്തും, അവർ കരയിലെത്തിക്കഴിഞ്ഞാൽ അവർ നേരെ റബ്ബിനെതിരെ തിരിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവരായിരുന്നില്ല. നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു, അവർ കഅബയെ തവാഫ് ചെയ്തിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അവർ അത് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അവരിങ്ങനെ പറഞ്ഞ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞതിന് ശേഷം ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ പ്രവാചകൻ പറയും, വൈലക്കും ഖദ് ഖദ്, നിങ്ങൾ ഇവിടെ നിർത്തുക, ഇനിയുള്ള വാചകം നിങ്ങൾ പറയരുത്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശമാണ്. അവർ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരായിരുന്നോ? അല്ല, അവർ അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരല്ല, അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ നമ്മളെ ഉണ്ടാക്കിയത് അല്ലാഹയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. റിസ്ക് നൽകുന്നത് അല്ലാഹയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവർക്കുണ്ടായിരുന്ന പ്രശ്നം ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവർ കൂട്ടത്തിൽ പറയും, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ ലക, അല്ലാഹുവേ നീ കഴിവ് നൽകിയ ചില ആളുകളുമുണ്ട്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പ്രവാചകന്മാർ പറഞ്ഞത് അനിഅ്ബുദുല്ലാഹ് എന്ന് മാത്രമല്ല, വജ്തനിബുത് താഗൂത്ത്, താഗൂത്തികളെ, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരിലെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനും നിങ്ങൾ മാറ്റി നിർത്തണമെന്ന് പരിശുദ്ധ ഖുർആൻ ഇത്ര വ്യക്തമായി നമ്മളോട് പറയാനുള്ള കാരണം അതാണ്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ നാട്ടിൽ അതുണ്ട്. അള്ളാഹനെ ആരാധിക്കുന്നവരുണ്ട്, അള്ളാഹനെ ആരാധിക്കുന്നുണ്ട്. അള്ളാഹനെ വിളിക്കുന്നവരാണോ, അള്ളാഹനെ കൃത്യമായി വിളിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതോടൊപ്പം ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരല്ല, നേരെ മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ നോക്കിയാൽ അവരുടെ കയ്യിൽ കാണാം ഒരു കറുത്ത ചരട്. അതെന്തിനാ? അസുഖം വരാതിരിക്കാൻ. ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ മുഖത്തെ ഒരു കറുത്ത കുത്തിട്ട് കൊടുക്കും. എന്തിനാ? കണ്ണേറ് തട്ടാതിരിക്കാൻ. ആ കുത്ത് തടയും എന്ന വിശ്വാസം. നോക്കൂ നിങ്ങൾ, അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കുന്നുണ്ട് ശരിയാണ്, പക്ഷേ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ ചില ജീർണതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന്. നമ്മുടെ നാട്ടിൽ അതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതൊരു സത്യമല്ല, അതൊരു സത്യസന്ധതയല്ല. പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പ്രവാചകന്മാർ പഠിപ്പിച്ചത്, നിങ്ങൾ അള്ളാഹനെ ആരാധിക്കും, നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടണം, എന്നാൽ ആ അള്ളാഹുവിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അസുഖം മാറാൻ നിങ്ങൾ അള്ളാഹിന്റെ അടുക്ക പോ, അള്ളാഹിനോട് ചോദിക്ക്. അസുഖം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോവേണ്ടത് ഏതെങ്കിലും ഔലിയാക്കളുടെ ജാറത്തിന്റെ അടുക്കലല്ല. നിങ്ങൾ അസുഖം മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഏതെങ്കിലും ബീവിമാരുടെയോ ഏതെങ്കിലും ഈ പറയുന്ന രൂപത്തിലുള്ള മന്ത്രവാദികളുടെ അടുക്കലേക്കല്ല. നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറയും എന്നാണ് ഖുർആൻ പറയുന്നത്. വലാ ഉശ്രികു ബിഹി അഹദ. ഒന്നിലും ഒരാളെയും അങ്ങ് ചേർക്കണ്ട, പൂർണ്ണമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കുചേരുക. കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയാണ്, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് വല്ല സഹായം തേടിയാൽ, നിങ്ങൾ അല്ലല്ലാത്ത ആരോടെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാം അല്ലെ? നമ്മുടെ നാട്ടിലുണ്ട്, കുട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കും ചെല്ലാം, എന്നിട്ട് അവിടെ പലതും നേർച്ചയാക്കാം, തൊട്ടിൽ നേർച്ചയാക്കാം, പലതും നേർച്ചയാക്കിക്കൊണ്ട് കുട്ടി ഉണ്ടാവാൻ വേണ്ടി ആ ഖബറിൽ കിടക്കുന്ന ആളിനോട് സഹായം തേടാം. കുട്ടി ഉണ്ടാവാൻ വേണ്ടി അള്ളാഹിനോടൊന്ന് പറയണട്ടോ, അതാണ് ഇപ്പം അവർ പറയാം. ഞങ്ങൾ അതാണ് പറയുന്നത് എന്നാണ് പറയാ. കുട്ടി ഉണ്ടാവാൻ വേണ്ടി, അസുഖം മാറാൻ വേണ്ടി, ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി അള്ളാഹിനോടൊന്ന് പറയണട്ടോ എന്ന് ഏൽപ്പിച്ചു പോകുന്ന സമാധാനമടയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്ന പരിശുദ്ധ ഖുർആൻ പറയുന്നതോ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് വല്ല സഹായവും തേടിയാൽ, നിങ്ങൾ അവരോട് വല്ല ആവശ്യവും പറഞ്ഞാൽ, ലാ യസ്മഉ ദുആഅക്കും, അവരാരും നിങ്ങളുടെ ദുആ കേൾക്കൂല, അവരാരും നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കൂല. എന്നിട്ട് ഖുർആൻ പറയുന്നു, വലൗ സമിഉ, നിങ്ങളെ വാദം ശരിയാണെന്ന് വെക്കും, അവർ കേൾക്കുന്നതിനെ വെച്ചോ, മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ, നിങ്ങളുടെ കാര്യം സാധിച്ചു നൽകാൻ അവരെ കൊണ്ട് കഴിയൂല. മാത്രമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്ന നാളെ പരലോകത്ത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലോ പുറത്തോ ഉള്ള ഏതെങ്കിലും ചില ജാറങ്ങളിലേക്കോ ചില മന്ത്രവാദികളുടെ അടുക്കലേക്കോ ചെന്നുകൊണ്ട് എന്തെങ്കിലും കാര്യം സ്ഥാപിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് അവർ നിഷേധിക്കും, റബ്ബേ ഞാൻ പറഞ്ഞിട്ടില്ല അവനോട് വരാൻ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് സഹായം തേടാൻ എന്നവർ നിഷേധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. വീണ്ടും അള്ളാഹു പറയാണ്, അവരുടെ ദുർബലതയെ കുറിച്ച് അള്ളാഹ് പറയുന്നത് അറിയോ? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ ആരോടെങ്കിലും എന്തെങ്കിലും സഹായം തരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ പഠിച്ചോളി, അവർക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാടയുണ്ടല്ലോ, ആ പാട പോലും സ്വന്തമാക്കി ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലും സ്വന്തമാക്കാൻ കഴിയാത്ത ആളുകളോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റെടുക്കേണ്ടത് പ്രവാചകന്മാർ ഏറ്റെടുത്ത ദഅവത്താണ്, ആ തൗഹീദാണ്. പ്രവാചകന്മാർ സമൂഹത്തിൽ കടന്നു വന്ന് നടത്തിയ ഈ തൗഹീദിനെ മുറുകെ പിടിക്കുന്നവരായിക്കൊണ്ടായിരിക്കണം നമ്മൾ മാറേണ്ടത്. ഇതാണ് സത്യം. ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പ്രവാചകന്മാർ ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സത്യം സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ പ്രവാചകന്മാർക്കെതിരെ പല രൂപത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഈ സത്യം സമൂഹത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ പ്രവാചകന്മാർ കല്ലേറുകൾ കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ഈ സത്യം സമൂഹത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ ചെറിവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹിന്റെ കൽപ്പനയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, മൂസ താങ്കൾ ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലും, തൗഹീദ് പറയാൻ, സത്യത്തെ പറഞ്ഞു കൊടുക്കാൻ. ആരാ ഫിർഔൻ എന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടി വരില്ല. ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരി. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരി. തൻ്റെ സമൂഹത്തിൽ, തൻ്റെ നാട്ടിൽ ജീവനോടെ ജനിച്ചു വീഴുന്ന മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും ക്രൂരമായ നരബലി നടത്തിയിരുന്ന ഭരണാധികാരി. ആ ഭരണാധികാരിക്ക് മുമ്പിലേക്ക് മൂസാ നബിയോട് കടന്നു ചെല്ലാൻ പറയാൻ, ഇദ്ഹബ് ഇലാ ഫിർഔൻ
ഇന്നഹു തഗ. മൂസ, ഫിർഔൻ ഒരുപാട് അതിര് കവിഞ്ഞിട്ടുണ്ട്, അവന്റെ അടുക്കലേക്ക് ചെല്ല്. എന്നിട്ടോ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക, നീ അവന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അവനോട് ചോദിക്ക്, നീ മാറാൻ തയ്യാറുണ്ടോ എന്ന് അവനോട് നീ ചോദിക്കണം. വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ഷ. മൂസ നബി ഫിർഔനോട് ചോദിക്കാണ്, വഅഹ്ദിയക ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് സത്യത്തിന്റെ മാർഗം ഞാൻ കാണിച്ചു തരാം. ഫതഖ്ഷ, നീ ഭയക്കാൻ തയ്യാറുണ്ടോ? നീ അല്ലാഹനെ പേടിക്കാൻ തയ്യാറുണ്ടോ? നിനക്ക് നേരായ മാർഗം ഞാൻ കാണിച്ചു തരാമെന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു മഹനീയമായ സത്യത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാവുന്ന ചരിത്രമാണ്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, സത്യം പറഞ്ഞതിന്റെ പേരിൽ പീഡനങ്ങളും ക്രൂരതകളും ഏറ്റുവാങ്ങേണ്ടതാണ്. ഏറ്റുവാങ്ങിയ പ്രവാചകനായിരുന്നു. നമ്മുടെ നാട്ടിലുമുണ്ട് ഇതുപോലെ ദഅവത്ത് നടത്തിയതിന്റെ പേരിൽ, സമൂഹത്തിൽ ആളുകളോട് ദീന് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ. നമുക്കറിയാലോ, നമ്മുടെ ഈ മഹല്ലത്ത് കേന്ദ്രീകരിച്ച് ദഅവത്ത് നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചാണ്, നിങ്ങൾ അവരോട് അവരുടെ അനുഭവം ഒന്ന് ചോദിച്ചു നോക്കി. പല വീടുകളിലും കയറി ചെല്ലുമ്പോൾ തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പല വീടുകളിലും കയറി ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട്, കൂക്കി വിളിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും ഒരു മടിയോ ക്ഷീണമോ സങ്കടമോ ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലക്ഷ്യമുള്ള എല്ലാവരുടെയും മനസ്സിൽ ദീനെന്ന് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ മഹത്തായ സത്യം സമൂഹം അറിയണം എന്നുള്ള ദൗത്യം. നമ്മളും ആ ദൗത്യം ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. പ്രവാചകന്മാർ ഏറ്റെടുത്ത ഈ ദൗത്യം നമ്മളും ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണം. അതിനു മുമ്പ് നമ്മുടെ ഖൽബ് ശരിയാവണം. നമ്മുടെ ഹൃദയത്തിൽ ഈ തൗഹീദിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറണം. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, അൻസലല്ലാഹു മിഅത കിതാബിൻ വഅർബഅത കുതുബ്. അല്ലാഹു 100 കിതാബുകളും 4 ഏടുകളും ഇറക്കി. ജമഅ മആനിഹാ ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. അതിൻ്റെ മുഴുവനും ആശയങ്ങൾ ഇഞ്ചീലിലും തൗറാത്തിലും ഖുർആനിലും അല്ലാഹ് ഏകോപിപ്പിച്ചു. വജമഅ മആനി ഹാദിഹിൽ കുതുബി സലാസ ഫിൽ ഖുർആൻ. പിന്നീട് ആ തൗറാത്തിലും ഇഞ്ചീലിലും എല്ലാമുള്ള മുഴുവൻ ആശയങ്ങളും ഖുർആനിൽ അല്ലാഹു കൊണ്ടുവന്നു. വജമഅ മആനിൽ ഖുർആനി ഫിൽ മുഫസ്സൽ. ആ ഖുർആനിൻ്റെ മുഴുവൻ ആശയങ്ങളും സൂറത്ത്, മുഫസ്സലായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ആ അവസാനത്തിൽ വരുന്ന സൂറത്ത് ഖാഫ് എന്നൊരു അഭിപ്രായമുണ്ട്. ആ സൂറത്തുകളിലേക്ക് അവർ ചുരുക്കി അതിൽ അള്ളാഹു കൊണ്ടുവന്നു. എന്നിട്ടോ വജമഅ മആനിൽ മുഫസ്സലി ഫിൽ ഫാത്തിഹ. ആ മുഴുവൻ മുഫസ്സലായ മുഴുവൻ ആശയങ്ങളും സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹു കൊണ്ടുവന്നു. എല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മറിച്ചാൽ നമുക്ക് മുഴുവൻ ആശയങ്ങളും ലഭിക്കും. എന്നിട്ട് മഹാനൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വമആനിൽ ഫാത്തിഹത്തി ഫീ ഖൗലിഹി തആല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ ഫാത്തിഹയിൽ അല്ലാഹ് കൊണ്ടുവന്ന മുഴുവൻ ആശയങ്ങളെയും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ അല്ലാഹു കൊണ്ടുവന്നു എന്ന് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ 5 നേരവും നെഞ്ചത്ത് കൈവച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മുഴുവൻ സഹായ തേട്ടങ്ങളും നിന്നോട് മാത്രമായിരിക്കും റബ്ബേ. ഇത് നമ്മൾ പ്രഖ്യാപിക്കണം നമ്മുടെ നെഞ്ചത്ത് കൈവച്ച്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ നമ്മൾ ഉറക്കെ പറയാണ് റബ്ബിനോട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നമാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം എന്ന് പറയാൻ പറ്റൂല. ഏതുപോലെ? മക്കയിലെ മുശ്രിക്കുകളെ പോലെ. മക്കയിലെ മുശ്രിക്കുകൾക്ക് പ്രവാചകൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അബൂ ലഹബ് പറഞ്ഞില്ലേ, തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതന, നിനക്ക് നാശം. എന്തിനാ നാശം പറഞ്ഞേ? അല്ലാഹനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനല്ല, അല്ലല്ലാത്തവരെ നിങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞതിനാ. നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞു നോക്കി, നിങ്ങൾ അള്ളാഹിനോട് മാത്രം സഹായം തേടണം. അവർ പറയുന്ന വർത്താനം എന്താ അറിയോ? ഒന്ന്, അത് പിശാചിൻ്റെ വാദമാണ്. നഊദു ബില്ലാഹ്. അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ, അള്ളാഹിനോട് മാത്രം സഹായം തേടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം സമൂഹത്തോട് പറയാണ്, ആ അള്ളാഹിനെ മാത്രം എന്ന വാദം അത് പിശാചിൻ്റെ വാദമാണ്. ഖുർആൻ പറഞ്ഞ വാദമാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹിനോട് മാത്രമായിരിക്കണം എന്നുള്ളത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ തഫ്സീർ ഇബ്നു കസീർ അവിടെ കാണാം, വഖുദ്ദിമൽ മഫ്ഊലു വഹുവ ഇയ്യാക. ഭാഷാപരമായി ഇയ്യാക എന്ന് പറഞ്ഞാൽ മഫ്ഊലാണ്, എന്ന് പറഞ്ഞാൽ നഅ്ബുദുവിന് ശേഷം വരേണ്ടതാണ് ഇയ്യാക. എന്നാൽ അല്ലാഹു ഇയ്യാക നഅ്ബുദുവിനെ മുമ്പിൽ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാ? വഖുദിറ ലിൽ ഇഹ്തിമാമി വൽ ഹസ്രി, മാത്രം എന്നർത്ഥം കിട്ടാൻ. ഭാഷാപരമായ ഒരു ചർച്ചയാണ്.
അള്ളാഹനെ മാത്രം എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇയ്യാക്ക എന്ന് രണ്ടാമത് വരേണ്ട പദത്തെ അള്ളാഹ് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക്ക, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹിനോടല്ലാതെ ഒരാളോടും ഞാൻ എൻ്റെ ദുആകൾ നടത്തൂല, എൻ്റെ തേട്ടങ്ങൾ നടത്തൂല, എൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടാവുകയില്ല. വലാ നതവക്കലു ഇല്ലാ അലൈക, അള്ളാഹുവിലേക്കല്ലാതെ എൻ്റെ ഭരമേൽപ്പിക്കലുകൾ മറ്റൊരാളിലേക്കും പോകൂല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കുട്ടി ജനിച്ച ഒരു കുത്തിലേക്ക് പോകൂല, ഞാൻ എൻ്റെ അള്ളാഹിനെ ഭരമേൽപ്പിക്കുക. ഒരു അസുഖം വന്ന ഞാനൊരു ചരട് കെട്ടൂല, ഞാൻ എൻ്റെ അള്ളാഹിലേക്ക് ഭരമേൽപ്പിക്കുക. കച്ചവടത്തിൽ ലാഭമില്ലെങ്കിൽ ഏതെങ്കിലും ചില പച്ചത്തകിടുകൾ കൊണ്ടുപോയി എൻ്റെ കടയുടെ മുമ്പിൽ ഞാൻ കെട്ടൂല, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ കെട്ടൂല. കാരണം വലാ നതവക്കലു ഇല്ലാ അലൈക, അള്ളാഹിലേക്കല്ലാതെ ഞാൻ ഒരാളിലേക്കും തവക്കുൽ ചെയ്യൂല. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. വഹാദാ ഹുവ കമാലു ത്വഅ. അല്ലാഹ് പറയാ, മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഇതാണ് പൂർണ്ണാർത്ഥത്തിലുള്ള റബ്ബിനോടുള്ള അനുസരണ എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാ. ഇങ്ങനെയായിരിക്കണം പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും. ഈ രൂപത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. ശിർക്ക് വരരുത്. ശിർക്ക് വന്നാലുള്ള ഗൗരവം കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ കുറച്ച് സൂചിപ്പിച്ചിരുന്നു. ശിർക്ക് വന്നു കഴിഞ്ഞാൽ വഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്ന ഖുർആൻ പറഞ്ഞു, സ്വർഗ്ഗം അവന് നിഷിദ്ധാണെന്ന്. സ്വർഗ്ഗത്തിൽ അവന് പ്രവേശിക്കില്ല. ഒരു തരി ശിർക്ക് നമ്മുടെ അടുത്തുണ്ട്. എന്നാൽ ശിർക്കില്ലാതെയാണ് ജീവിക്കുന്നതെങ്കിലോ നമുക്ക് നരകത്തിൽ കടക്കേണ്ടി വരില്ല. നമ്മുടെ ശിക്ഷകൾ കഴിഞ്ഞ അല്ലാഹ് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരുമെന്നെല്ലാം വിശദമായി കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് വരരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് അല്ലാഹ് പൊറുക്കൂല. കാരണം വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ, ഏറ്റവും വലിയ പാപമാണ് അവൻ അതിലൂടെ ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്ത മുഴുവൻ അമലുകളും ധൂളികളായി കാറ്റിൽ പറന്നു പോകുന്നത് പോലെ പറക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. റസൂലിനോട് പറഞ്ഞില്ല, റസൂലേ താങ്കൾ ശിർക്ക് ചെയ്യുന്നതെങ്കിലും താങ്കളുടെ മുഴുവൻ അമലുകളും ബാത്തിലായി പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ പറഞ്ഞതുപോലെ സത്യസന്ധരാവണം. ഏറ്റവും വലിയ സത്യസന്ധത വേണ്ടത് അത് തൗഹീദിന്റെ വിഷയത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന വിഷയത്തിലാണ്. ആ വിഷയത്തിൽ ഒരു പാളിച്ച, ഒരു എന്തെങ്കിലും നിലക്കുള്ള ഒരു തകരാറ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ നമ്മളെ കൊണ്ടുവരണം. തൗഹീദ് തന്നെയാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതെല്ലാം എന്ന് തിരിച്ചറിയുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, അവൻ സത്യസന്ധനായി ദുനിയാവിൽ ജീവിക്കണം എന്നും ഏറ്റവും വലിയ സത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ് അവൻ്റെ സത്യസന്ധത ആദ്യമായി പുലർത്തേണ്ടത് എന്നുമാണ് അതർഹിക്കുന്ന ഗൗരവത്തിൽ സൂചിപ്പിച്ചത്. ഈ ഒരു തൗഹീദിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ട് തന്നെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അള്ളാഹും റസൂലും ഒരു കാര്യം കൊണ്ടുവന്നാൽ അതിൽ യാതൊരുവിധ സംശയമോ ഒരു സങ്കടമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഇല്ലാതെ കൃത്യമായി നമ്മൾ അതിനെ പാലിക്കുവാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം. റസൂലിൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ചില ആളുകൾ, 3 അംഗ സംഘം കടന്നു വന്ന് റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു. റസൂലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. അതിൽപ്പെട്ട വക്കാല, അതിൽ ഒന്നാമത്തെ ആൾ പറയുകയാണ്, അമ്മാ അന്ന ഫഇന്നി ഉസല്ലി ലൈല അബദ, ഞാനിനി എന്നും നിസ്കരിക്കും, രാത്രി മുഴുവനും ഇനി ഞാൻ നിസ്കരിക്കാൻ പോവാണ്, ഇനി എനിക്ക് ഉറക്കില്ല. നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ്റെ
ഒരു സുന്നത്ത് കിട്ടിയപ്പോൾ അവർക്ക് അതെടുക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം മനസ്സിലാക്കണം. പ്രവാചകൻ രാത്രി നിസ്കരിക്കുന്നവനായിരുന്നു എന്ന് കേട്ടപ്പോൾ ആ ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ ഇനി മുതൽ രാത്രി ഉറങ്ങൂല, ഞാൻ ഫുള്ള് നിസ്കരിക്കാൻ പോവാം. രണ്ടാമത്തെ വ്യക്തി പറയുകയാണ്, അന അസൂമുദ്ദഹറ വലാ ഉഫ്തിറ, ഞാൻ ഇനി ഒരു വർഷം മുഴുവനും നോമ്പെടുക്കാൻ പോവാം, നോമ്പ് മുറിക്കുന്നില്ല, ഞാൻ ഇനി മുഴുവനും നോമ്പെടുക്കാൻ പോവാം. മൂന്നാമത്തെ ആൾ പറയാണ്, ഞാൻ പൂർണ്ണ ഇബാദത്തിലേക്ക് പോവാണ്, ഞാൻ കല്യാണം കഴിക്കണില്ല, കല്യാണം കഴിച്ച് ആ ഒരു സമയങ്ങളെ ഞാൻ തയ്യാറില്ല, ഞാൻ പൂർണ്ണമായിട്ട് ഇബാദത്തിലേക്ക് മുഴുകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ. റസൂലിന്റെ ഭാര്യമാരുടെ റസൂൽ വന്നപ്പോൾ റസൂലിനോട് ഈ സംഭവം പറഞ്ഞു. റസൂൽ ആ ആളുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കാണ്, അൻതുമുൽ ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അവർ പറഞ്ഞു, അത് റസൂൽ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറയാണ്, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു ലാകിന്നി അസൂമു വഉഫ്തിറു. റസൂലുള്ള പറയാണ്, അല്ലാഹയാണ് സത്യം, ഞാൻ അല്ലാഹനെ ഭയക്കുന്നവനാണ്, ഞാൻ അല്ലാഹുവിനോട് തഖ്വയുള്ളവനാണ്, അതുകൊണ്ട് തന്നെ അസൂമു, ഞാൻ നോമ്പെടുക്കും, വഉഫ്തിറു, ഞാൻ നോമ്പ് മുറിക്കും, വഉസല്ലി വഅർഖുദു, ഞാൻ നിസ്കരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യും, വഅതസവ്വജു നിസാ, ഞാൻ ഭാര്യമാരെ വിവാഹം കഴിക്കുകയും ചെയ്യും, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ള പറയാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിൽ അധികരിച്ചാൽ, ആരെങ്കിലും എൻ്റെ സുന്നത്തെടുക്കുന്ന കാര്യത്തിൽ ഓവറായി കഴിഞ്ഞാൽ ഫലൈസ മിന്നി, അവരെന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലിൻ്റെ സുന്നത്തിന് അനുധാവനം ചെയ്യേണ്ടവരാണ് നമ്മൾ. എന്നാൽ ആ സുന്നത്തിന് അനുധാവനം ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് അധികരിക്കാൻ പാടില്ല, കൃത്യമായി ചെയ്യാം. നമുക്ക് റസൂലുള്ള പറയാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് വരെ എൻ്റെ അടിമകൾ, അല്ലാഹ് പറയാണ്, എൻ്റെ അടിമകൾ സുന്നത്തുകൾ എടുത്തുകൊണ്ടേയിരിക്കും. റസൂൽ കൊണ്ടുവന്ന സുന്നത്തുകൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ നടക്കും. ഫൈദാ അഹ്ബബ്തുഹു, ഇനി ഞാൻ അവനെങ്ങാനും ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹ് പറയാണ്, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹി വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ കാണുന്നത്, അവൻ കേൾക്കുന്നത്, അവൻ ചെയ്യുന്നത്, അവൻ നടക്കുന്നത് മുഴുവനും ഞാനായിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മാർഗത്തിലായിരിക്കും പിന്നീട് അവൻ ജീവിക്കുക എന്ന്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് അവന് ചെയ്യാൻ കഴിയൂല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് അവന് കാണാൻ കഴിയൂല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തടത്തേക്ക് പോകാൻ കഴിയൂല, ഒന്നിനും അവന് കഴിയൂല. സുന്നത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസിൽ പറയാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുന്നത് വരെ സുന്നത്തുകൾ ചെയ്യാം. ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ, അതെല്ലാം ചെയ്യാം. ജീവിതത്തിൽ നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പേഴ്സണലായ വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം ഒരുപാട് സുന്നത്തുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കാനുണ്ട്. അത് മുഴുവനും കാത്തു സൂക്ഷിച്ച് ഈ മഹനീയമായ സത്യമായ തൗഹീദിനെ ഊട്ടിയുറപ്പിക്കാൻ, അത് ജീവിതത്തിൽ ഉറച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നിരന്തരമായി തൗഹീദിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ തെറ്റിച്ചു കളയരുതേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മുറാഹിമീനായ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണമേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. നിന്റെ മുഅ്മിനുകളിൽ മുവഹ്ഹിദീങ്ങളിൽ റഹ്മാനായ റബ്ബേ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹ്. കടങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും മറ്റും പല രൂപത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. അല്ലാഹ് ഞങ്ങൾക്കും അവർക്കും ശിഫ നൽകണമേ. ജീവിതത്തിൽ ഖൈറും ബർക്കത്തും സലാമത്തും നൽകണമേ. നിന്നനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹ് നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ അല്ലാഹ്. പിശാചിന്റെ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ, പലതരത്തിലുള്ള വഴിപഴപ്പിക്കലുകൾ സമൂഹത്തിൽ നിരന്തരമായി നടക്കുകയാണ് അല്ലാഹ്. അതിലൊന്നും നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാഹ്. പിശാചിന്റെ ചതിയുടെ വലയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നനുസരിച്ച് ജീവിക്കുന്ന പ്രവാചകന്റെ സുന്നത്തെടുത്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.